Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ഇന്ന് ഫിനിഷ് ചെയ്തത്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങൾ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ദെൻ നമ്മളെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് ഇതൊക്കെ ചെയ്തതാണ്. സോ ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേപ്പർ തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ട് മാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് എയിൽ പ്രതീക്ഷിക്കുന്നത് പാർട്ട് സിയിലേക്കും അങ്ങനെ ചില ചോദ്യങ്ങളുടെ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ദെൻ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റിയിട്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ 3 ക്വസ്റ്റ്യൻസ് പോറ്റിയുടെ ബുക്കിലത്തെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. 3 ക്വസ്റ്റ്യൻസ്, ഒരെണ്ണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ, ദെൻ എസ് എ ചോദ്യം ഒരെണ്ണം എല്ലാവരും പോറ്റിയുടെ ബുക്കിലത്തെ അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിലാണ് എനോവ ഇട്ടിട്ടുള്ളത്. എനോവ ശരിക്കും നമുക്ക് സാധാരണ എസ് എക്ക് വരാറുള്ളതാണ്. പാർട്ട് ബിയിൽ അത് പോറ്റിയുടെ ബുക്കിലത്തെ സെയിം ആണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് ഫസ്റ്റ് സെമസ്റ്റർ MCOM എക്സാമിനേഷൻ നവംബർ 2023 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻസ് പാർട്ട് എ. 7 ചോദ്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ച 4 ചോദ്യങ്ങൾ എന്തായാലും വന്നിട്ടുണ്ട്. ക്യൂട്ടീനെ പറ്റിയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടുവന്നിട്ടില്ല. ബട്ട് ഈ ഒരു പേപ്പറിൽ 2 ചോദ്യങ്ങൾ 2 പാർട്ടിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. ബട്ട് ഇതെല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് അതൊരു ഇഷ്യൂ അല്ല. Explain the role of quantitative techniques in decision making. Then concept of point estimation, interval estimation. ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷനെ പറ്റിയുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന്. Then what is F test? List out some of its application. Then regression and correlation difference. നമ്മൾ എന്തായാലും നോക്കാൻ പറഞ്ഞ തിയറിയാണ്. Important properties of Poisson distribution നോക്കാൻ പറഞ്ഞതാണ്. ഹൈപ്പോത്തസിസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഞാൻ ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ്. യൂസസ് ഓഫ് എക്സൽ ഇൻ ഡാറ്റ അനാലിസിസ്. അപ്പോൾ ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് 4, 5, 6, 7 ഞാൻ എന്തായാലും പ്രതീക്ഷിച്ച ചോദ്യങ്ങളാണ്. സോ പാർട്ട് എ കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഇനി പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് 2 തിയറി ചോദ്യവും 5 പ്രോബ്ലം ഞാൻ പറഞ്ഞ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ആദ്യം എക്സ്പ്ലെയിൻ ലിമിറ്റേഷൻസ് ഓഫ് ക്യൂട്ടി. സാധാരണ ഞാൻ പറഞ്ഞു അത് റിപ്പീറ്റ് ആയിട്ട് വരാറില്ല, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ആ ഒരു തിയറി വന്നിട്ടുണ്ട്. 1 സാമ്പിൾ ടി ടെസ്റ്റ് 1 സാമ്പിൾ ടെസ്റ്റും 2 സാമ്പിൾ ടെസ്റ്റിനെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊരു തിയറി. റിപ്പീറ്റ് ടോപ്പിക് അല്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം. സെയിം എല്ലാ പോറ്റിയുടെ ബുക്കിലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം. പോറ്റിയുടെ ബുക്കിൽ O9 അതിൽ ദി വീക്ക്ലി വേജസ് ഓഫ് 1000 വർക്ക്മെൻ ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് എ മീൻ ഓഫ് ₹70. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ നമ്മുടെ അടുത്ത് 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പോറ്റിയുടെ ബുക്കിൽ ഇത് ഒരു 4 കാര്യങ്ങളുണ്ട്. നമ്പർ 1 ബിറ്റ്വീൻ 69 and 72 ആണ് ഒരു ചോദ്യം. അത് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ പോറ്റിയുടെ ബുക്കിൽ നോക്കിയാൽ കാണാം. അതിൻ്റെ ആൻസർ വേണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം, ആർക്കെങ്കിലും വേണമെങ്കിൽ. ബിറ്റ്വീൻ 69 and 72 ആണ് ആദ്യത്തെ. അതിൻ്റെ ആൻസർ വരുന്നത് 235 ആണ്. ബിറ്റ്വീൻ 69 and 72. പിന്നെ മോർ ദാൻ 75 ചോദിച്ചിട്ടുണ്ട്. മോർ ദാൻ 75ൻ്റെ ആൻസർ വരുന്നത് എത്ര? 76.4 ആണ് ആൻസർ വരുന്നത്. അതാണ് മറ്റൊരു ചോദ്യം. ദെൻ ലെസ് ദാൻ 63 ആണ് വേറൊരു കാര്യം ചോദിച്ചിട്ടുള്ളത്. അത് 81 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നമ്പർ 7 ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പോറ്റിയുടെ ബുക്കിലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതന്നെ നോക്കണം എന്നുള്ളത്, ബിക്കോസ് നമുക്ക് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് പോറ്റിയുടെ ബുക്കിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. നമ്മൾ എന്തായാലും റിഗ്രഷൻ്റെ ഒരു പ്രോബ്ലം പ്രതീക്ഷിച്ചതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോറിലേഷൻ, അതുപോലെ തന്നെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് തന്നിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് ആൻസർ കിട്ടും, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ റിഗ്രഷൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 11.
സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ചോദ്യം. എ സർവേ വാസ് കണക്റ്റഡ് ടു സ്റ്റഡി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പെൻഡിച്ചർ ഓൺ അക്കോമഡേഷൻ. അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കംഫർട്ടബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരെണ്ണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരെണ്ണം റിഗ്രഷൻ ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 ആയിട്ട് വന്നിട്ടുള്ള അനോവയാണ്. അനോവ ശരിക്കും പറഞ്ഞാൽ പാർട്ട് സിയിലാണ് വരാറ്. ഈ ക്വസ്റ്റ്യനും പോറ്റിയുടെ ബുക്കിലത്തെ സെയിം ആണ്. ഇനിയിപ്പോൾ അതിൻ്റെ ആൻസർ ആർക്കെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. അനോവ പോറ്റിയുടെ ബുക്കിലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഒരു സെക്കൻഡേ, ഞാനിപ്പോൾ തന്നെ അത് പറഞ്ഞു പോവാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അത് എക്സസൈസിൽ ക്വസ്റ്റ്യൻ നമ്പർ 14 ആണത് പോറ്റിയുടെ. അതിൻ്റെ ആൻസർ വരുന്നത് അനോവയുടെ 14ൻ്റെ 8.4 ആണ് അനോവയുടെ ആൻസർ കേട്ടോ. 8.4. അതിൽ ഫോളോയിങ് ടേബിൾ യൂസസ് ഈൽഡ് ഓഫ് 15 സാമ്പിൾ പ്ലോട്ട്സ് ഓഫ് 3 വെറൈറ്റീസ് ഓഫ് സീഡ്സ്. 3 ടേബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, എക്സസൈസിൽ 14 ആണ് ചോദ്യം, പൊറ്റിയുടെ ബുക്കിലുണ്ട്. 3 ABC തന്നിട്ട് കേട്ടോ. അപ്പോൾ ആൻസർ അതിൻ്റെ വരുന്നത് 8.4 ആണ് ബുക്കിലുള്ളത് കേട്ടോ. പൊറ്റിയുടെ ബുക്കിലുള്ളതാണ്. സോ ഇതാണ് മറ്റൊരു ചോദ്യം, അനോവ സാധാരണ. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചാണ്, ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അനോവ റിപ്പീറ്റായിട്ട് ഞാൻ SAക്കാണ് കണ്ടുവന്നിട്ടുള്ളത്. ബട്ട് ഇവിടെ അത് പാർട്ട് ബിയിലിട്ടിരിക്കുന്നു. അപ്പോൾ അതും നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് റെഫറൻഡം സബ്മിറ്റഡ്, അതായത് ഇത് കൈ-സ്ക്വയർ ആണെന്നുണ്ട്. കണ്ടിൻജൻസി ടു ദി സ്റ്റഡി അറ്റ് എ യൂണിവേഴ്സിറ്റി 850 men and 550 women വോട്ടഡ്. അതിൽ 530 men and 330 men യെസ് പറഞ്ഞു. ഡസ് ഇൻഡിക്കേറ്റ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഓഫ് ദി ഒപ്പീനിയൻ മാറ്റർ ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൺ സ്റ്റുഡൻസ്. അത് മറ്റൊരു ചോദ്യം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14 സെറ്റ് ടെസ്റ്റിൻ്റെ വന്നിരിക്കുകയാണ്. എ ഫാക്ടറി ഇൻ പ്രൊഡ്യൂസിങ് 50,000 പേഴ്സ്, അത് പ്രപ്പോർഷൻ കാണാൻ വേണ്ടിയിട്ട്. ഓഫ് ഷൂസ് ഡെയിലി ഫ്രം എ സാമ്പിൾ ഓഫ് 500 പേഴ്സ് 2% found to be substandard quality. Estimate the number of pairs that can responsibly expected to be spoiled in a daily production and assign limits at 95% level of confidence. അപ്പോൾ 5% level of significance എടുത്ത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ട് ബി എന്താ പറയുക, വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. കാരണം ഒരെണ്ണം നമുക്ക് പ്രോബ്ലം റിഗ്രഷൻ കിട്ടിയിട്ടുണ്ട്, ഒരെണ്ണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതും വലിയ പ്രശ്നമില്ലാത്തൊരു ചോദ്യമാണ്. then ഒരെണ്ണം അനോവ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. പിന്നെ ഈ പറഞ്ഞ കൈ-സ്ക്വയറും പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 14 എന്ന് പറയുന്നത് സെഡും. അപ്പോൾ 4 പ്രോബ്ലംസ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ 2 തിയറിയാണ്. അത് മെജോറിറ്റി കുട്ടികൾ ക്യൂട്ടഡ് ലിമിറ്റേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവരുടെയും ആ രീതിയിലാണ്. അപ്പോൾ 3, 4, 4, 3, 7 അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബി. ഒരു ആവറേജ് ആണ് പാർട്ട് ബി പല കുട്ടികൾക്കും പറഞ്ഞിട്ടുള്ളത്. ഇനി എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 4 എസ്സേയിൽ മിക്ക കുട്ടികളും കോറിലേഷനും പിന്നെ SPSSൻ്റെ തിയറി എഴുതിയെന്നാണ് പറയുന്നത്. അപ്പം കൈ-സ്ക്വയർ അപ്ലൈ ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട് കേട്ടോ. കൈ-സ്ക്വയർ SAക്ക് ഞാനത് എസ്സേ ആയിട്ട് സാധാരണ കണ്ടുവന്നിട്ടില്ല. ബട്ട് ഇവിടെ എസ്സേ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചതാണ്. കംഫർട്ടബിളാണ് കൈ-സ്ക്വയർ. സോ ഒരുപാട് കുട്ടികൾ കോറിലേഷനും കൈ-സ്ക്വയറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 15 ദി റിസൾട്ട്സ് വെർ സബ്ജക്റ്റഡ്. കോറിലേഷൻ അപ്ലൈ ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കംഫർട്ടബിൾ ആണ് എസ്സേ. ദെൻ കൈ-സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 16 ഫെർട്ടിലൈസർ നോൺ യൂസിങ്. കണ്ടിൻജൻസി എന്നെ നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 16 കംഫർട്ടബിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17 എന്ന് പറയുന്നത് എഫ് ടെസ്റ്റ് ആണ് SAക്ക് എന്നുള്ളത്. പോറ്റിയുടെ ബുക്കിലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ് എഫ് ടെസ്റ്റ്. ഇനിയിപ്പോൾ ആരെങ്കിലും അത് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ആൻസർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞുതരാം. എക്സസൈസ് നമ്പർ 4 പോറ്റിയുടെ ബുക്കിൽ ആൻസർ അതിൻ്റെ വരുന്നത് 1.25 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 17 പോറ്റിയുടെ ബുക്കിലത്തെ സെയിം SA ചോദ്യമാണ് ഇട്ടുള്ള ഒരു എക്സസൈസ് നമ്പർ 4 1.25. ദെൻ ലാസ്റ്റ് ഒരു തിയറി ഡിഫറെൻറ്റ് ടൂൾസ് ഫോർ അനാലിസിസ് അവൈലബിൾ ഇൻ SPSS. ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് SPSSൻ്റെ തിയറി. അത് SAക്ക് ഇടാറില്ല, പാർട്ട് ബിയിൽ വരാറുള്ള ചോദ്യമാണ്. അവർ ഒരു എന്താണ് സ്വാപ്പിംഗ് നടത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് QT പേപ്പർ.
പാർട്ട് സി ആക്ച്വലി പ്രശ്നമില്ലാത്തതാണ് കേട്ടോ. കോറിലേഷൻ കൈ സ്ക്വയർ ഉണ്ട്, ഒരു തിയറി ഉണ്ട് നമ്മൾ പ്രതീക്ഷിച്ച സെയിം ടോപ്പിക്ക്. പാർട്ട് എയിലും ഒരു 4 ചോദ്യമുണ്ട്, പാർട്ട് ബിയിലും കുഴപ്പമില്ലാത്തതാണ്. എനോവ വന്നു, അതുപോലെ തന്നെ റിഗ്രഷൻ വന്നു, അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വന്നു, ഒരു തിയറി നിങ്ങൾക്ക് എഴുതാം, പിന്നെ ബാക്കി ഏതെങ്കിലും ഒരെണ്ണം കൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സോ അതും കംഫർട്ടബിൾ ആണ്. സോ ദാറ്റ്സ് അബൌട്ട് QT പേപ്പർ. എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെയധികം ശ്രദ്ധിച്ച് അപ്പിയർ ചെയ്യേണ്ട ഒരു പേപ്പറാണ്. ബിക്കോസ് കൂടുതൽ കുട്ടികൾ തോൽക്കുന്ന ഒരു പേപ്പറാണ്. ബട്ട് ഈ ഒരു അപ്രോച്ച് നമ്മൾ പറഞ്ഞില്ല, അപ്രോച്ച് ഫോളോ ചെയ്താൽ പാസ്സാകാൻ സാധിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഏകദേശം അതുപോലെ തന്നെയാണ് പേപ്പറൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് മുമ്പിൽ 2 സബ്ജക്റ്റും കൂടിയാണ് ഉള്ളത്, OBയും അക്കൗണ്ടിങ്ങും. സോ അതിൻ്റെ വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.